നീ വാടാ വാടാ, നീ വന്ന് കണ്ടു നോക്കണം. നീ നിന്റെ ശമ്പളം ഞാൻ തരാം, 1000 രൂപ ഞാൻ തരാം. നീ വന്ന് കാണണ്ട, യാക്കിയുടെ വിളയായിട്ട് നീ വന്ന് കാണണ്ട. ഓക്കെ. തല സ്റ്റൈലിൽ சொல்லுന്ന ദി ജസ്റ്റ് ബിഗിനിങ്. നമ്മൾ കഴിഞ്ഞ പടത്തിന്റെ ക്ഷീണം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരു ഫാൻ ബൈ പടം അടിച്ച് തകർത്തളഞ്ഞു. കിട്ടില്ല. തല വിളയാട്ടം പടം. പിന്നെ അജിത് ഷോ കാണാനുള്ളവർ കാണുക, അടിപൊളി തൂക്കി. റെഫറൻസ് ആണുള്ളത് കൂടുതൽ. നമ്മൾ ഫാൻ ബോയ്സിന് എങ്ങനെയാണോ തലയെ കാണാൻ പറ്റുക അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഒരു ഫാൻ ബോയ് ആയിട്ട്. പടമൊക്കെ നല്ല അടിപൊളി പടമാണ്. കാരണം നമ്മൾ എത്രയോ വർഷത്തിന് ശേഷം വീണ്ടും അജിത്തിൻ്റെ ഒരു സിനിമയിൽ എല്ലാം കാണാൻ പറ്റും. എല്ലാം കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഹാപ്പി. ഞാൻ ഹാപ്പിയാണ്. അതായത് ഞാൻ അയ്യോ ഇത് അങ്ങനെ ഇതൊന്നുമില്ല. അജിത്തിൻ്റെ സിനിമകളിൽ വെച്ച് ഞാൻ പറയുന്നത് നല്ല സൂപ്പർ. മങ്കാത്തേക്ക് എത്രയോ മേലാണ്. അത് നല്ല ആക്ഷനുണ്ട്, കോമഡി ഉണ്ട്, നല്ല ഫാമിലി ഇത് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഉണ്ട്. എല്ലാം ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടമാണ്. സൂപ്പർ പടമാണ്. അജിത്തിന് അങ്ങനെയല്ല. അജിത്ത് ഒരിക്കലും ഒരു സിനിമയിലും 1 മാൻ ഷോ കാണിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ നമ്മളെ ഈക്വലായിട്ട് നമ്മളെ ഈ അർജുൻ, നമ്മളെ വില്ലനായിട്ട് അഭിനയിച്ച അർജുൻ ദാസിനൊക്കെ കോമൺ വേഷൻ. അതായത് അജിത്ത് ഒരു ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല കോമഡി എല്ലാം ഉണ്ട്. അതായത് നമ്മൾ ഒരു സിനിമ ദം ബിരിയാണി കഴിച്ചതുപോലെ അതിൻ്റെ അകത്ത് വേണ്ട പറയുക ചിക്കനുണ്ട്, മുട്ടയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാം ഇത്. കാരണം ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഫാമിലി ഓഡിയൻസ് ആയിട്ട് കാണാം, നമുക്കൊരു ഫാൻസ് ബേസിൽ കാണാം, എല്ലാം ഇതായിട്ട് കാണാം. അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് കുറേ കഴിയുമ്പോൾ ചിലവർ ട്രോൾ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവൻ വിചാരിക്കുമെന്ന്. എന്ന് വെച്ചാൽ സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ മേക്ക് ബിലീഫ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റാത്ത സ്വപ്നങ്ങൾ സ്ക്രീനിൽ കാണാമല്ലോ. അങ്ങനെ കുറച്ച് ക്യാമിയോസിന് അദ്വിക്ക് കൊണ്ടുവന്നു. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ റെട്രോ സോങ്, പഴയ തമിഴ് സിനിമയിലെ പാട്ട് കിട്ടില്ലാനായിട്ട് നമ്മൾ ട്രെയിലറിൽ ഒരു സാധനം കണ്ടു. അതല്ലാതെ വേറെ 2-3 പാട്ട് അദ്വിക്ക് എക്സ്ട്രാ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സിനിമയിൽ. അതൊക്കെ നല്ല രസമായിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് അജിത്തിൻ്റെ ലുക്ക്, മാസ്, സ്വാഗ്, ഹീറോ, അയാളെ ഡയലോഗ് അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ മാത്രം നന്നായിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ അയാളെ ക്യാരക്ടർ വില്ലൻ വേഷമൊക്കെ കിടിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അയാളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള റോൾസ് അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ പറയാം വൺസ് ദെയർ ലിവ്ഡ് എ ഗോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ പുള്ളിയുടെ പഴയകാല പടങ്ങളുടെ റെഫറൻസിനെ ഈ ഒരു ക്യാരക്ടറിലോട്ട് ബ്ലെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ തറവലി എൻജോയ്ഡ്. വേറെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഭയങ്കര സ്റ്റോറിയോ സ്ക്രീൻ പ്ലേയോ അല്ലെങ്കിൽ ലോജിക്കോ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഔട്ട് ആൻഡ് ഔട്ട് ഒരു 2.25 മണിക്കൂർ അജിത്ത് ഷോ. അതാണ് പടം. അയ്യോ, വിടാമുയർച്ചി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ വിടാമുയർച്ചിയിൽ നമ്മളൊരു ഡ്രൈ അജിത്ത്, ഒരു ചിലവർ പറയുന്ന പോലെ അജിത്തിന് വയ്യ എന്നുള്ളത്. ഇതിൽ പക്ഷേ എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ എനർജി ലെവലാണ്. അത്രയും കിടുവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ലുക്കുണ്ട്. അതായത് നമ്മൾ ദീന സിനിമയിലൊക്കെ കണ്ട പോലത്തെ ഒരു ലുക്കിനെ ഇതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ലുക്കും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഏത് വേഷം ഇട്ടാലും ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസ്, ഭയങ്കര സ്വാഗാണ്. അപ്പോൾ കോട്ടായാലും അല്ലാതെ കളർഫുൾ ഡ്രസ്സായാലും എങ്ങനെ വന്നാലും ഭയങ്കര ലുക്കാണ്. അപ്പോൾ അത് ഈ റീക്രിയേറ്റ് ചെയ്തത് അതിന് അദ്വിക്കിന് കയ്യടി കൊടുക്കണം. കാരണം ഒരു പഴയ ഒരു അജിത്തിൻ്റെ ഒരു എനർജി, സ്വാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫാൻ ബോയ് എന്ന് ഇനി ഇതിനപ്പുറം ഒരു ഫാൻ ബോയ്ക്ക് ഒരു പടം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പഴയ പടങ്ങളുടെ റെഫറൻസ് അത്രയും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫുൾ ഹാപ്പി. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ റെഡ് ഡ്രാഗൺ ഫ്ലാഷ് ബാക്കിൽ പുള്ളി കൊണ്ടുവരുന്ന ക്യാമിയുണ്ട്. നിങ്ങൾ ആരും വിചാരിക്കൂല. നിങ്ങൾ ഇനി ആരെങ്കിലും ഇത് പറയാതെ, നിങ്ങൾ ഈ ആരെങ്കിലും ഈ പേര് പറഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ക്യാമിയോ കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിസ്റ്റ് എന്നല്ല, കുറേ എന്താ പറയുക, ഇന്റർനാഷണൽ തലത്തിലുള്ളൊരു സാധനത്തിനെ അജിത്തിൻ്റെ ഗ്യാങ്സ്റ്ററായിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്രയും സിനിമാറ്റിക് ലിബർട്ടി അയാൾ എടുത്തിട്ടുണ്ട്. സിനിമയല്ലേ, അതുകൊണ്ട് നമുക്ക് ഏത് ലെവലിൽ വേണോ സ്വപ്നം കാണാം. പിന്നീട് നമ്മൾ പറയും പക്ഷേ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഗ്യാങ്സ്റ്ററായിട്ടാണ് ഈ കഥാപാത്രത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറയാമല്ലോ, തമിഴ്നാട്ടിൽ ഈ പടത്തിൻ്റെ ഓറ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഏരസ് പച്ചി തന്നെ അന്യായ ഫീലായിരുന്നു. തമിഴ്നാട്ടിൽ ഇനിയിപ്പോൾ യൂട്യൂബിൽ പോയി നോക്കണം അവരുടെ റിവ്യൂസ്. എന്തെന്ന് പറയുമോ, നമ്മളെന്താ പറയില്ല, വോൾക്കാനെ ഇറപ്റ്റ് എന്ന് പറയില്ല, ഈ അടക്കി വെച്ചിരുന്ന ഒരു ഇതുണ്ട് അജിത് ഫാൻസ്. ഈ സിനിമയിൽ പറയുന്നുണ്ട്, എൻ്റെ ഫാൻസ് നിങ്ങളെ ഞാൻ മിസ് ചെയ്തു, നിങ്ങൾക്ക് അവർക്കുള്ള ട്രീറ്റ്, പക്ക ട്രീറ്റ്. വേറെ ഇനി ഈ സിനിമയെക്കുറിച്ചിട്ട് പലരും പലത് പറയും, സ്റ്റോറി കുഴപ്പമില്ല, സ്ക്രിപ്റ്റ് ഇല്ല. ശരിയാണ്, സ്റ്റോറി വലിയ ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല, ലോജിക്കൽ പ്രശ്നമുണ്ട്, ഓവർ ലൗഡാണ്. അദ്വിക്കിൻ്റെ ഇതിനു മുമ്പുള്ള പടങ്ങൾ ഏത് പടം നോക്കിയാലും ഓവർ ലൗഡ്. മാർക്ക് ആൻ്റണി എന്നല്ല, അയാളെ എടുത്ത ഏത് പടം നോക്കിയാലും ഓവർ ലൗഡാണ്.
അപ്പോൾ ഒരു അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു താരത്തിന് അയാളെ കൈ കിട്ടുമ്പോൾ അയാൾ എങ്ങനെയൊക്കെ എടുക്കുമെന്ന് അറിയാമല്ലോ. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ അടിച്ചു പൊളിക്കാനുള്ള കുറേ സാധനമുണ്ട് കേട്ടോ. റെട്രോ സോങ്, അതിൽ എനിക്ക് ഒരു സോങ്ങിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ്, കമലഹാസൻ്റെ സോങ് എന്ന് പറയാം. ആ സോങ്ങിനെ ഇവിടെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്തൊരു സ്ഥലമുണ്ട്, അതൊക്കെ രോമാഞ്ചം. ഞാൻ പറഞ്ഞത് ഭയങ്കര രോമാഞ്ചം. ഞാൻ രോമാഞ്ചം അടിച്ച് സത്യം പറയാല്ല. ആ രോമാഞ്ചം അടിക്കുക ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാം, അതും ഫുൾ ഹൗസിൽ കാണണം കേട്ടോ. പിന്നെ ചത്തുകുത്തിയിരുന്ന് കണ്ടതിന് ഒരു കാര്യമില്ല, നിറഞ്ഞ ഫുൾ ഹൗസിൽ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. 100% സാറ്റിസ്ഫാക്ഷൻ. 11 വർഷത്തിന് വങ്കാത്തയ്ക്ക് ശേഷം ഞങ്ങൾ പ്രതീക്ഷ ഒരു പടം കിട്ടിയ പടമാണ്. ഫാൻസിന് വേണ്ടി മാത്രം. സെക്കൻഡ് ഹാഫ് ഞങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ പ്രീമിയർ ഷോ US വന്നോണ്ട് ഓപ്പണായിട്ട് പറഞ്ഞു, നമുക്ക് നെഗറ്റീവാണ് എല്ലാവരും സൈഡിൽ നിന്ന് വന്നത്, ഒരു ആവറേജ്. പക്ഷേ പടം കണ്ട ശേഷം അവർക്ക് പടം കാണാമോ അറിഞ്ഞുകൂടുന്നത്. പക്ഷേ ഫുൾ പോസിറ്റീവ് വൈബ്. നിങ്ങൾ മാർക്ക് ആന്റണി കണ്ടല്ലോ, അതിന്റെ ഡബിൾ ഇരട്ടിയാണ്. ഒരു മാസ് നടനെ എങ്ങനെയാണോ നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലാലേട്ടൻ്റെ ഒരു മമ്മൂട്ടി പോലെ, അവിടെ വിജയ് അജിത്താണ്. അപ്പോൾ അത്രയ്ക്ക് ഒരു മാസ് നടൻ്റെ മാസ് സിനിമ. പക്ഷെ ഞാൻ ഈ തമിഴ് ഇവിടെ നമ്മൾ മലയാളീസ് ഇങ്ങനെ ആഘോഷിക്കുകയാണെങ്കിൽ പിന്നെ തമിഴിന് അവരിതിനെ ഒരു ആഘോഷമാകും. പക്ഷേ ഇത് ഞങ്ങൾ ഒരു പൊങ്കലിന് മിസ് ഈ പടം ഇറങ്ങിയിരുന്നെങ്കിൽ സകല റെക്കോർഡും ഇതുവരെയുള്ള തമിഴ്നാട്ടിലെ സകല റെക്കോർഡ് കളക്ഷൻ ഈ പടം മാറ്റുമായിരുന്നു.